അങ്ങനെ കിട്ടുന്ന തുട്ട് എനിക്ക് വേണ്ട എന്നുള്ളത് എന്റെ സ്വന്തം തീരുമാനമാണ് കേട്ടോ. ഈ തീരുമാനം ഞാൻ കഴിഞ്ഞ വർഷമേ എടുക്കേണ്ടതായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഈഗോയാണ്. കുട്ടി +2 കഴിഞ്ഞ് ഇത്ര വർഷമായി, ഡിഗ്രി കഴിഞ്ഞ് ഇത്ര ഗ്യാപ്പ് ഉണ്ട്, ഈ ഇൻടേക്ക് തന്നെ പോകണം, ഏറ്റവും പെട്ടെന്ന് പോകാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി എടുത്ത് തായോ ചേച്ചി. അങ്ങനെ ആദ്യമൊക്കെ ഇവിടെ കൗൺസിലേഴ്സ് പറയും, എന്താ ചേച്ചി നമുക്ക് കമ്മീഷൻ കിട്ടിയാൽ പോരെ. ശരിയാണ്, ഈ പറഞ്ഞ കൗൺസിലേഴ്സിനെ ആർക്കും നിങ്ങൾക്ക് അടുത്ത വർഷം കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അടുത്ത വർഷം എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി അടുത്ത് അവിടെ ചെല്ലും, അവിടെ ചെന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നല്ല ഇവിടുന്ന് ലക്ഷങ്ങൾ മുടക്കിയിട്ടല്ലേ പോകുന്നത്. തോറ്റു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണ്? തിരിച്ചിങ്ങോട്ട് പോരേണ്ടി വരും. തിരിച്ചു പോരേണ്ടി വരുമ്പോൾ വീണ്ടും നിങ്ങൾ ആരെ വിളിക്കും? എന്നെ വിളിക്കും. ശരിക്കും എല്ലാവർക്കും ഒരു വിദ്യാധാരണയുണ്ട്. ഇവിടുന്ന് നമ്മളൊരു വിദേശ വിദ്യാഭ്യാസത്തിന് വിസ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഏജൻസിന്റെ കയ്യിലാണ്. ഒരിക്കലും ഏജൻസിന്റെ കയ്യിൽ ഒന്നുമല്ല. നിങ്ങൾ അവിടെ എൻറോൾ ചെയ്ത് ആ പോർട്ടൽ നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിയും നിങ്ങളും തമ്മിലാണ്. ഇവര് നമ്മുടെ കൽപ്പറ്റ എക്സ്പോയിൽ വന്ന പാരന്റ് ആണ് കേട്ടോ, വയനാട്ടുകാരാണ്. വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പോകണം എന്നുള്ള കാഴ്ചപ്പാടായപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പെട്ടെന്ന് പോകണമെങ്കിൽ വേറെ ഏത് ഏജൻസി വഴി നോക്കിക്കോ, അന്ന ചേച്ചിയുടെ അടുക്കൽ വരണ്ടെന്നുള്ളത്. ഞാൻ എടുത്തു കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി ആ സമയത്തില്ല എങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റിക്ക് അപ്ലിക്കേഷൻ ഇട്ട് ഓഫർ ലെറ്റർ എടുത്ത് തരലൊക്കെ ഈസി ഉള്ള കാര്യമാണ്. ഫീസ് അടയ്ക്കും, വിസ കിട്ടും, എനിക്ക് കമ്മീഷൻ കിട്ടും. പക്ഷെ നിങ്ങൾ പാസ്സാവില്ല. അപ്പൊ അങ്ങനെയുള്ള മനോഭാവത്തോടു കൂടി വരരുത്. അപ്പൊ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ഇന്ന് ഇവിടുന്ന് സ്പോട്ട് അപ്ലിക്കേഷൻ ഇടുകയാണ്. ഏത് കോഴ്സാണ് എടുക്കുന്നത്? ഞാൻ ഫുഡ് ടെക്നോളജി ആണ് കഴിഞ്ഞത്. പക്ഷെ എനിക്ക് പോയി ചെയ്യാൻ താല്പര്യം ടൂറിസം ബേസ്ഡ് കോഴ്സാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ആൾക്ക് സ്കോട്ട്ലൻഡ് ആണ് കേട്ടോ കൂടുതൽ സജസ്റ്റ് ചെയ്തത്. അപ്പൊ അതൊക്കെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വിസയൊക്കെ കിട്ടി ആൾ അവിടെ 2 മാസമൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് സ്കോട്ട്ലൻഡ് പോയിട്ട് നമുക്ക് ആളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. എന്തുകൊണ്ട് ആണ് നിങ്ങൾ സ്റ്റഡി വിത്ത് അന്നൂസിനെ ചൂസ് ചെയ്യാൻ കാരണം? മെയിൻ ആയിട്ട് എന്റെ ചേച്ചിയാണ് എന്നോട് പറയാൻ. അന്നു ചേച്ചിനെ പറ്റി എപ്പോഴും ചേച്ചി കാനഡയിലാണ് കേട്ടോ. അന്നു ചേച്ചിന്റെ വീഡിയോസ് കണ്ടിട്ട് അന്നു ചേച്ചി വിടുന്ന സ്റ്റുഡൻസിനെ പറ്റി പറയല്. അന്ന ചേച്ചി വരെ വാ തുറക്കാൻ സമ്മതിക്കില്ല, അന്ന ചേച്ചി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വിദേശങ്ങളിലുള്ള ഓൾറെഡി UK-യിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും അവരുടെ റിലേറ്റീവ്സിന് എന്നെ സജസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളത് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ. കാരണം എന്താ പറയാ, നമുക്ക് കുറെ പിള്ളേർ പോകുന്നതിലല്ല കാര്യം, കുറച്ച് പിള്ളേരാണെങ്കിലും അവരവിടെ നന്നായിട്ട് അന്ന ചേച്ചി വഴി വന്നാണ് നമ്മളൊരു പ്രശ്നമില്ല, അത് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു എന്ന് പറയുന്നതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. അമ്മയാണെങ്കിൽ വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വ്യഗ്രതയിൽ നിൽക്കുന്ന ആൾ എന്നെ മാതിരി ടോക്കറ്റീവ് ആണെങ്കിൽ നമുക്ക് അമ്മേനോട് ഞാൻ സജസ്റ്റ് ചെയ്യാൻ കാരണം മക്കള് പറഞ്ഞിട്ട് തന്നെയാണ്. കാരണം എന്റെ 2 മക്കള് ഫാർമസിസ്റ്റ് ആണ്. ഒരാൾ കാനഡയിൽ സെറ്റിൽഡ് ആണ്. അവളും മൂത്തയാളും പ്രത്യേകം പറഞ്ഞു അന്ന ചേച്ചി മമ്മി അന്ന ചേച്ചിയുടെ അടുത്ത് പോയാൽ മതി, വാവേനെ വിടാൻ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് ഇവിടെ എത്തിയത്. പിന്നെ ഫസ്റ്റ് കൽപ്പറ്റ ആ ഒരു എക്സ്പോയ്ക്ക് വന്നപ്പോ തന്നെ നമുക്കൊരാ അന്നനെ, ഇപ്പൊ എന്റെ ഒരു മകളുടെ പ്രായമുള്ളൂ, കണ്ടപ്പോ തന്നെ നമുക്ക് ഇത് നടക്കും നടക്കും എന്ന് തന്നെയാ തോന്നുന്നത്. കാരണം ഞാൻ എങ്ങനെയെങ്കിലും നടത്താൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഇപ്പൊ ഒരു വിദേശ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ എങ്ങനെങ്കിലും പോകണം എന്നുള്ളവരൊന്നും ഇനി അന്ന ചേച്ചിന്റെ അടുത്ത് വരണ്ട. ഇവിടെയാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും ഞാൻ പറയും അന്ന ചേച്ചിക്ക് എന്താ അപ്പൊ അവർ പോയാൽ പോരെ എന്നൊക്കെ ആദ്യം അവർ പറയുന്നു. ഇപ്പൊ അവർക്കും മനസ്സിലായി നമുക്ക് നല്ലൊരു ഇതോടുകൂടി നിലനിൽക്കണമെങ്കിൽ പോകുന്ന സ്റ്റുഡൻസിന്റെ സ്റ്റെബിലിറ്റി, അവരവിടെ നിൽക്കുക എന്നുള്ളത് അവരവരുടെ നിലനിൽപ്പിനും നമ്മളെ ബാധിക്കുന്ന ഘടകമെന്ന് മനസ്സിലായി. കാരണം കൗൺസിലേഴ്സിന് ഇവിടുന്ന് മാറാം, അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആർക്കും എന്ത് ചെയ്യാം, അവർക്ക് അവർ കിട്ടുന്ന ശമ്പളം ഇൻസെന്റീവ് വെക്കാൻ അവർക്കൊരു വേറെ ഏജൻസി വിളിക്കുമ്പോൾ പോകാം. പക്ഷെ അന്ന ചേച്ചിക്ക് പോകാൻ പറ്റുമോ? അന്ന ചേച്ചിക്ക് അങ്ങനെ ഒളിച്ചോടാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. ഇവിടെ വന്ന് നമ്മുടെ അന്നയായിട്ട് സംസാരിച്ചപ്പോ തന്നെ തോന്നി ലോണൊന്നും ഒരു പ്രശ്നമേ അല്ല, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അന്നയിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ക്ഷമയാണ് വേണ്ടത്. അതുപോലെ തന്നെ എനിക്ക് ശരിക്കും ഒരു ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി ഇവിടെ വന്നപ്പോ ലഭിച്ച. കാരണം പെട്ടെന്ന് തന്നെ ഓടിപ്പോകുക അല്ല വേണ്ടത്, നമ്മള് ടൈം നോക്കി ആൾക്കാണെങ്കിൽ പെട്ടെന്ന് മോള് പോകണം ഈ എന്താണ്, അല്ലെങ്കിൽ അയൽവക്കാരെന്ത് പറയും ഡിഗ്രി കഴിഞ്ഞിട്ട് 3 അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. പക്ഷെ അവനെ പെട്ടെന്ന് പോകണമെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി കൂടി പോയി കഴിഞ്ഞാൽ വഴി വരരുത് എന്നുള്ളത്. പോയിട്ട് ഇപ്പൊ 12 മന്ത് കോഴ്സ് അല്ലേ, 12 മന്ത് കഴിഞ്ഞാലും കുട്ടിക്ക് പാസ്സായി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. PSW കയറണമെങ്കിലൊക്കെ എന്ത് വേണം, യൂണിവേഴ്സിറ്റി NOC വേണം. NOC വേണമെങ്കിൽ എന്താണ്, ആള് പാസ്സാവണം. അപ്പൊ അതിന് പറ്റിയ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നുണ്ട് മാർക്കല്ല നിതാന്തം എന്നുള്ളത്. നമുക്ക് എന്താണ് പ്രൊജക്ട് ആൻഡ് അസൈൻമെന്റ്സ്, അതിന് പാസ്സാവണമെങ്കിലും അതിന് പറ്റിയിട്ടുള്ള സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കണം അല്ലേ. അപ്പൊ സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. Thank you.